Hello dear code learners, welcome to my YouTube channel Code Learner. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിനകത്ത് ഒരു മൊഡ്യൂൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് മെയിനായിട്ടും രണ്ട് ടൈപ്പ് മൊഡ്യൂളാണ് പൈത്തൺ പ്രോഗ്രാമിനകത്ത് വരുന്നത്. യൂസർ ഡിഫൈൻഡ് മൊഡ്യൂൾ ഉണ്ട്, ബിൽറ്റ് ഇൻ മൊഡ്യൂൾ ഉണ്ട്. അതിൽ ബിൽറ്റ് ഇൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ ഇൻ്റർപ്രറ്ററിനകത്ത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്ന പേരാണ് ബിൽറ്റ് ഇൻ മൊഡ്യൂൾ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്ത് മൊഡ്യൂൾ. അതായത് മാത്ത് മൊഡ്യൂൾ അതിനകത്ത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻഡ് ആയിട്ടുള്ളത് മാത്ത് മൊഡ്യൂളിനകത്താണ്. അതുപോലെ തന്നെ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ റാൻഡം എന്നുള്ളൊരു മൊഡ്യൂൾ ഉണ്ട്. ദെൻ നംപൈ മൊഡ്യൂൾ ഉണ്ട്. അങ്ങനെ ബിൽറ്റ് ഇൻ മൊഡ്യൂൾസ് ആയിട്ട് പൈത്തണിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ദെൻ യൂസർ ഡിഫൈൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാമർ ആണ് ആ മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാമർ ആണ് ആ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊഡ്യൂളിനകത്ത് മൊഡ്യൂൾ ഒരു പൈത്തൺ പ്രോഗ്രാം തന്നെയാണ്. ആ പൈത്തൺ പ്രോഗ്രാമിനുള്ളിൽ ഉണ്ടാവുക ഫംഗ്ഷൻ ഡെഫിനിഷൻസും ക്ലാസ് ഡെഫിനിഷൻസും വേരിയബിൾസ് ഒക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു മൊഡ്യൂളിനകത്ത് ഇതുപോലെ ഫംഗ്ഷൻസും ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിനെ വേറൊരു രണ്ടാമതൊരു പൈത്തൺ പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും യൂസിങ് ദ കീവേഡ് ഇമ്പോർട്ട്. അതിനാണ് ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്യുക. അതായത് നിങ്ങളൊരു പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ മൊഡ്യൂളിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സും ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോഗ്രാമിനകത്തോട്ട്, അതായത് ഏത് പ്രോഗ്രാമിനകത്തോട്ടാണോ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ടും നമുക്ക് 4 ഫംഗ്ഷനാലിറ്റിയാണ് വരിക: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ബേസിക് ആയിട്ട്. അപ്പോൾ ഈ 4 ഫംഗ്ഷനാലിറ്റി ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനകത്ത് ഈ 4 ഫംഗ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമതൊരു പൈത്തൺ പ്രോഗ്രാമിനകത്തോട്ട് അല്ലെങ്കിൽ വേറൊരു പൈത്തൺ പ്രോഗ്രാമിനകത്തോട്ട് ഈ ഫംഗ്ഷൻസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഐഡിൽ എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു മൊഡ്യൂളിനകത്ത് നോർമലി ഉണ്ടാകുക ഫംഗ്ഷൻ ഡെഫിനിഷൻസും ക്ലാസ് ഡെഫിനിഷൻസും വേരിയബിൾസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാത്ത് മൊഡ്യൂൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാത്ത് മൊഡ്യൂളിനകത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻഡ് ആണ്. ഫോർ എക്സാമ്പിൾ SQRT, സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് SQRT. അതുപോലെ പവർ കാണാൻ POW ഫംഗ്ഷൻ ഉണ്ട്. സൈൻ വാല്യൂ കാണാൻ SIN സൈൻ ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഫംഗ്ഷൻസും മാത്ത് മൊഡ്യൂളിനകത്ത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മൊഡ്യൂളിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതും ഒരു പൈത്തൺ പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ അഡീഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് ആഡ് എന്നുള്ളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. 2 വേരിയബിൾ ഇവിടെ റിസീവ് ചെയ്യാം. ദെൻ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ A+B, അതായത് എയും ബിയും ഇവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ സബ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കാം. A, B റിട്ടേൺ A-B. ഓക്കെ, ഇതേപോലെ മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് ഡിഫൈൻ മൾ എന്നുള്ളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. റിട്ടേൺ A*B. ദെൻ ഡിവിഷന് വേണ്ടിയിട്ട് നമുക്ക് div എന്നുള്ളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. റിട്ടേൺ A/B. ഓക്കെ, തൽക്കാലം ഈ 4 ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് വേരിയബിൾസിൻ്റെ വാല്യൂ ഒക്കെ ഇതുപോലെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ I=10, അതുപോലെ വേരിയബിൾസിൻ്റെ വാല്യൂസ്, അതുപോലെ ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. തൽക്കാലം നമുക്ക് ഈ 4 ഫംഗ്ഷൻ മാത്രമുള്ള ഒരു മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യാം. ഇത് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ തൽക്കാലം സേവ് ചെയ്യാം. നമുക്ക് മൈ മൊഡ്യൂൾ എന്നുള്ള പേര് കൊടുക്കുന്നതിന് മൈ മൊഡ്യൂൾ .py ആണ് എക്സ്റ്റൻഷൻ വരിക. പൈത്തൺ ഫയലായിട്ട് തന്നെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് വേറൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫയൽ എടുക്കാം. ഇവിടെ നമുക്ക് ആ മൈ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ. ഇപ്പോൾ മൈ മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് യൂസർ ഇടുന്ന വാല്യൂസ് റീഡ് ചെയ്യണം. സോ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഇതുപോലെ രണ്ടാമത്തെ നമ്പറും റീഡ് ചെയ്യാം. B = int of input of enter the
സെക്കൻഡ് നമ്പർ, രണ്ട് നമ്പർ റീഡ് ചെയ്തു. ഇനി നമുക്ക് സമ്മാണ് കാണേണ്ടത്, അല്ലെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു, അതായത് ഒരു വേരിയബിൾ ഈക്വൽ ടു നമുക്ക് ഈ മൊഡ്യൂളിനകത്തുള്ള മൈ മൊഡ്യൂൾ എന്നുള്ള മൊഡ്യൂളിനകത്തുള്ള ആഡ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. നമ്മൾ അതിനകത്ത് ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഫംഗ്ഷന് നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോഗ്രാമിനകത്ത് നിന്ന് കോൾ ചെയ്യാം. സോ ആഡ് ഓഫ് എ കോമ ബി, രണ്ട് വാല്യൂസ് ഇവിടെ റീഡ് ചെയ്യുന്ന ആ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാം, ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. അപ്പോൾ റിസൾട്ടിനകത്തോട്ട് അത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്തോട്ട് വരും. അത് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം പെർഫോം ചെയ്യാം. The result of subtraction is, the result of multiplication is, the result of division is. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ ആ മൊഡ്യൂളിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ ആ മൊഡ്യൂളിനകത്തുള്ള ആഡ് എന്നുള്ള ഫംഗ്ഷന്, ഇപ്പം നിങ്ങൾ പൈൻ്റെ വാല്യൂ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ട് മാത്ത് എന്നുള്ള ഒരു മൊഡ്യൂൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതും സേവ് ചെയ്യാം. നമുക്ക് ഇതിനെ ടെസ്റ്റ് എന്നുള്ള പേരിൽ സേവ് ചെയ്യാം, ടെസ്റ്റ് ഡോട്ട് പി വൈ. ഓക്കെ, അപ്പോൾ ഇനി റൺ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു പ്രോഗ്രാമാണ് റൺ ചെയ്യേണ്ടത് അല്ലേ. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ മൊഡ്യൂളിനകത്തുള്ള കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിനെ കോൾ ചെയ്യും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, നമുക്ക് 20 കൊടുക്കാം. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 30 കൊടുക്കാം. സോ ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് 50, സബ്ട്രാക്ഷൻ -10, മൾട്ടിപ്ലിക്കേഷൻ 600, ഡിവിഷൻ 50. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്തത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ഒരു ഫിബൊനാസ്കി സീരീസ് പ്രിന്റ് ചെയ്യാൻ. ഫിബൊനാസ്കി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ എഡിറ്റ് ചെയ്യാം. അതായത് ഫിബൊനാസ്കി സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടിങ് രണ്ട് നമ്പേഴ്സ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ടൈപ്പ് ചെയ്യാം 01 എന്നുള്ള സ്റ്റാർട്ടിങ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് നമ്പറിൻ്റെ, അതായത് തൊട്ട് മുമ്പത്തെ രണ്ട് നമ്പറുകളുടെ സം ആയിരിക്കും മൂന്നാമത്തെ നമ്പർ. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി നാലാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ രണ്ട് നമ്പറുകളുടെ സം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ 2 ആയിരിക്കും. ദെൻ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ രണ്ട് നമ്പറുകളുടെ സം, ദാറ്റ് ഈസ് 3. ദെൻ അടുത്ത നമ്പർ 5 ആയിരിക്കും. ദെൻ അടുത്ത നമ്പർ 8 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് എന്ത്, ഫിബൊനാസ്കി സീരീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഫിബൊനാസ്കി സീരീസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അവിടെ യൂസർ ഇടുന്ന ഒരു ലിമിറ്റ് റീഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഈ സീരീസിനകത്ത് എത്ര നമ്പേഴ്സ് ആണ് വരേണ്ടതെന്നുള്ള ആ നമ്പർ യൂസർ ഇടുന്ന ഫസ്റ്റ് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഫിബൊനാസ്കി സീരീസ് പ്രിന്റ് ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിൽ ഈ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ മൊഡ്യൂൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ആ മൊഡ്യൂളിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ഫംഗ്ഷനാണ് വേണ്ടത് അല്ലേ, ഫംഗ്ഷനാണ് വേണ്ടത്. സോ നമുക്ക് ഫംഗ്ഷൻ്റെ പേര് ഫിബ് എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ്റെ പേര് ഫിബ് കൊടുക്കാം. ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്പർ ഓഫ് എത്രയാണോ വേണ്ടത് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സീരീസ് നമുക്ക് n ആർഗ്യുമെൻ്റ് ആയിട്ട് റിസീവ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു ലിസ്റ്റ്, ഒരു എം ടി ലിസ്റ്റ് ഫോം ചെയ്യാം. സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എം ടി ലിസ്റ്റ്. ആ ലിസ്റ്റിനകത്തോട്ട് എന്ത് ചെയ്യാം, നമ്പേഴ്സ്, ഫിബൊനാസ്കി സീരീസിനകത്ത് വരുന്ന നമ്പേഴ്സ് ഈ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഈ ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യിക്കാം. നേരത്തെ നമ്മൾ രണ്ട് നമ്പറിന്റെ സമ്മ് റിട്ടേൺ ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടുന്ന് ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യിക്കാം. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു എം ടി ലിസ്റ്റ് ഫസ്റ്റ് ഫോം ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ രണ്ട് നമ്പർ വേണമെന്ന് പറഞ്ഞില്ല, 0ഉം 1ഉം വെച്ചിട്ടാണ് ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ a, b ഈക്വൽ ടു 0, 1 രണ്ട് നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മീനിങ് എന്താണ്, a ഈക്വൽ ടു 0, b ഈക്വൽ ടു 1 രണ്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ എക്സ് ഇൻ റേഞ്ച് ഓഫ് n നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. സോ n ടൈംസ് ഈ ലൂപ്പ് വർക്ക് ചെയ്യിക്കണം. ഓരോ ടൈം വർക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഈ സീക്വൻസിലോട്ട് അല്ലെങ്കിൽ ഈ ലിസ്റ്റിനകത്തോട്ട്, സീക്വൻസിലുള്ള ഈ ഒരു ലിസ്റ്റിനകത്തോട്ട് ഫിബൊനാസ്കി നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. സോ സീക്വൻസ് ഡോട്ട് അപ്പൻഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് ലിസ്റ്റിൽ, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. എന്തിനാണ് അപ്പൻഡ് ചെയ്യേണ്ടത്, നമുക്ക് ഇതിനകത്തുള്ള ഓരോ നമ്പേഴ്സാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മളെ കയ്യിൽ രണ്ട് നമ്പർ ഉണ്ട് അല്ലേ. സോ അപ്പൻഡ് ഡോട്ട് എ,
എക്കകത്ത് ഫസ്റ്റ് 0 ആണ്. സോ അപ്പൻഡ് ഓഫ് എ. ഇനി എന്ത് ചെയ്യണം? അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ആണ് അല്ലേ? എ ഈക്വൽ ടു ബി ആണ്. ദെൻ ബി ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അതായത് മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എയിലോട്ട് ബി വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്താൻ പറ്റും? എ കോമ ബി ഈക്വൽ ടു എന്ത് ചെയ്യാം? ബി കോമ എ പ്ലസ് ബി, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഇറ്ററേഷനിലും ഈ എയുടെ വാല്യൂ എന്താണോ അത് ഈ ലിസ്റ്റിനകത്തോട്ട്, സീക്വൻസ് എന്നുള്ള ലിസ്റ്റിനകത്തോട്ട് ഇങ്ങനെ അപ്പൻഡ് ചെയ്ത് പോയിക്കോളും. സോ ഫസ്റ്റ് ടൈം ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ 0 അപ്പൻഡ് ചെയ്യും. അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ എ ഈക്വൽ ടു ബി ആകുന്നുണ്ട്. ആ എ ആണ് അല്ലെങ്കിൽ ആ ബിയുടെ വാല്യൂ എന്താണോ അതാണ് അപ്പൻഡ് ചെയ്യുക. ഇതിന് അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ബിക്കകത്തോട്ട് എന്ത് വരും? എ പ്ലസ് ബി ആയിട്ടുണ്ടാകും. ആ എ പ്ലസ് ബി വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്തിട്ട് അത് ഇങ്ങോട്ട് അപ്പൻഡ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫൈനലി ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിന് എക്സിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ റിട്ടേൺ സീക്വൻസ്, ആ സീക്വൻസ് ലിസ്റ്റ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ഫിബൊനാസ്കി സീരീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള, ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇത് മൈ മൊഡ്യൂൾ എന്നുള്ള പേരിൽ എന്ത് ചെയ്യാം? സേവ് ചെയ്തു. ഇനി നമ്മളെ ഫസ്റ്റ് പ്രോഗ്രാം ഇവിടെ മൈ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് യൂസറോട് ലിമിറ്റ് റീഡ് ചെയ്യാം. കാരണം ഈ എന്നിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. എന്നിൻ്റെ വാല്യൂ ആണ് അങ്ങോട്ട് മൊഡ്യൂളിനകത്തോട്ട് പാസ് ചെയ്യുന്നത്. സോ n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ലിമിറ്റ്. യൂസറിൽ നിന്ന് എത്ര, ആ സീരീസിനകത്ത് എത്ര ഫിബൊനാസ്കി നമ്പേഴ്സ് വേണമെന്നുള്ള ലിമിറ്റ് ഫസ്റ്റ് റീഡ് ചെയ്യാം. നമുക്കൊരു ഫിബ് സീരീസ് കൊടുക്കാം. ഫിബ് സീരീസ് ഈക്വൽ ടു ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. സോ മൈ മൊഡ്യൂൾ ഡോട്ട്, നമ്മളെ ഫംഗ്ഷൻ്റെ പേര് എന്തായിരുന്നു? ഫംഗ്ഷൻ്റെ പേര് ഫിബ് എന്നാണ്. സോ മൈ മൊഡ്യൂൾ ഡോട്ട് ഫിബ് ഓഫ് എൻ, ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ അവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്, ആ മൊഡ്യൂളിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ലിസ്റ്റ് ഇങ്ങോട്ട് അസൈൻ ചെയ്യും. ഫിബ് സീരീസ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് ആ ലിസ്റ്റ് അസൈൻ ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സീരീസ് പ്രിന്റ് ചെയ്യിച്ചാൽ മതി. സോ പ്രിന്റ് the Fibonacci series is ആ ലിസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ലിമിറ്റ് 5 കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു എറർ ഉണ്ട്. നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. റേഞ്ചിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, രണ്ടാമത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ലിമിറ്റ് 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആ സീരീസ് 0 1 1 2 3. ഓക്കെ, നമുക്കൊരു വലിയൊരു ലിമിറ്റ് കൊടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 10 കൊടുത്തു കഴിഞ്ഞാൽ ദ സീരീസ് ഈസ് 0 1 1 2 3 5 8 13 21 34. അങ്ങനെ 10 നമ്പേഴ്സ്, 10 ആ സീരീസിനകത്ത് 10 നമ്പേഴ്സ്. ആ ലിസ്റ്റാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം ലിസ്റ്റിനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു മൊഡ്യൂൾ, പൈത്തനകത്ത് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഒന്നുമില്ല, ഇതിനകത്ത് ഒരു മൊഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈത്തൺ പ്രോഗ്രാം തന്നെയാണ്. ആ പ്രോഗ്രാമിനകത്ത് നോർമലി ഉണ്ടാവുക ഫംഗ്ഷൻ ഡെഫിനിഷൻസും ക്ലാസ് ഡെഫിനിഷൻസും വേരിയബിൾസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഫംഗ്ഷന് വേറൊരു രണ്ടാമതൊരു പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.